الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى പരിശുദ്ധമായ ഈ മജ്ലിസ് അവൻ പൊറുത്തപ്പെട്ട ഖൈറായ മജാലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് വന്ന് ഇരുന്ന് സഹകരിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സഹോദര സഹോദരിമാർ, ഈ മജ്ലിസ് ഭംഗിയാക്കി തന്ന എല്ലാവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ആഫാത്ത് ബലിയാത്ത് മുസീബാത്തുകൾ ഇടങ്ങേറുകളിൽ നിന്നെല്ലാം അല്ലാഹു നാം എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹീദ്ദീൻ ജുമാ മസ്ജിദ് കെർബളി ഇതിലെ സ്വലാത്ത് വാർഷികത്തിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പത്തൊലിമാമത്തെ വാർഷികമായിട്ട് ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വർഷത്തില് 12 തിങ്കാൽ ഇംഗ്ലീഷ് തിങ്കാളില് ഫസ്റ്റ് ബാലാസരണ്ട് ആയിട്ടിക്കട് വെള്ളിയാഴ്ച ജാവ് ആയിട്ടിക്കട് സ്വലാത്ത് മജ്ലിസ് നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം ഖുറത്തു സാദാത്ത് തങ്ങളവർ നിർത്തിയ സ്വലാത്ത് മജ്ലിസ് ആയിട്ടിക്കട് ഞങ്ങളെ ഈ റായത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇണ്ട് സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകുകയും അവിടുത്തെ പുത്രനായ ബഹുമാനപ്പെട്ട മസൂദ് തങ്ങൾ ഞങ്ങളെ വേദിക്കയിൽ വന്നിട് അതേ ബാപ്പടെ അച്ചടിയായിട്ടുള്ള ബാപ്പടെ ആ മാതിരിയായിട്ടുള്ള ഞങ്ങളെ പുറത്തങ്ങളെ മോനും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൂടെ സ്വലാത്ത് നേതൃത്വം തരുമ്പോ ആ അയാളെ ബാപ്പടെ ഞങ്ങൾക്ക് ഓർമ്മ മനസ്സിൽ വേണം. അതുപോലെ ആ ഖുറത്തു സാദാത്ത് തങ്ങളെ വാപ്പയായിട്ട് മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നടത്തിയത് സാദാത്യങ്ങളുടെ ബന്ധമുള്ള ഒരു റായായിട്ട് ഈ കെർബളി പ്രദേശാംശം. ഈ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ ഞങ്ങളെ സ്വന്തം റായത്തുള്ള ഒരു സ്വലാത്ത് മജ്ലിസ്
വില കൊടുക്കാണ്ട് ആ മജ്ലിസിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ്റെ ഏതെല്ലാം റായത്തിൽ നടക്കുടെ മജ്ലിസിക്ക് വലിയ താല്പര്യം കാണിച്ചിട്ട് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ പോയോണ്ടുള്ള അതേപോലത്തെ സ്വലാത്ത് സയ്യിദവറുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടുള്ള ആ സ്വലാത്ത് ഞങ്ങളെ റായത്തിൽ നടക്കുമ്പോ ഞങ്ങൾക്ക് വലിയൊരു പരിഗണന ഇല്ലാണ്ട് വലിയ കൂസലൊന്നും ഇല്ലാണ്ട് അതിക്ക് വലിയൊരു ബഹുമാനം ഞങ്ങൾ കൊടുക്കില്ല. അതുപോലെ ആവൂ തീറ. സ്വലാത്ത് വാർഷികം ചെല്ലുമ്പോ കഴിഞ്ഞ സ്വലാത്ത് വാർഷികമായിട്ട് ഇന്ന് സ്വലാത്ത് വാർഷികമാകുമ്പോ 12 സ്വലാത്ത് മജ്ലിസുകൾ നടന്നു. ഓരോ തിങ്കാലും പക്ഷവേലാസനം നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഇന്ത്യത്തോടു കൂടി 12 മജ്ലിസ് നടക്കുമ്പോ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് പിർസഉള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കണായത് ഞാൻ എത്ര മജ്ലിസിൽ വന്നിട്ട് ഭാഗവഹിച്ചില്ലേ. 12 സ്വലാത്ത് മജ്ലിസുകൾ നടക്കുമ്പോ എത്ര മജ്ലിസിലെ ഭാഗവഹിച്ചതിനക്ക് ഭാഗ്യം കിട്ടിയിട്ട് എത്ര മജ്ലിസില് സ്വലാത്ത് ചൊല്ലുന്നതിനു ഭാഗ്യം കിട്ടിയിട്ട് എന്ന് ആലോചന ആക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യൻ. എന്നെങ്കിലേ ഈ സ്വലാത്ത് മജ്ലിസ് സ്വലാത്ത് വാർഷിക ആക്കുന്നതിലുള്ള ഒരു പവറും ഒരു ബഹുമാനവും നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ സ്വലാത്ത് വാർഷിക ആക്കേണ്ട ആവശ്യമില്ല. സ്വലാത്ത് വാർഷിക ആക്കണമെങ്കിൽ ഈ 12 സ്വലാത്ത് മജ്ലിസും നിങ്ങൾ കൂടിയെങ്കിൽ മാത്രമേ വാർഷികമായിട്ട് നിങ്ങൾ സ്വലാത്ത് മജ്ലിസ് ആക്കുന്നതിലുള്ള അർത്ഥമുള്ളേ. അല്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കൂ, ഞങ്ങളെ റായത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ നിങ്ങൾ നല്ല ഇൻട്രസ്റ്റോടുകൂടെ താല്പര്യത്തോടുകൂടെ ഞങ്ങൾ കൂടിയിട്ട് ആ സ്വലാത്ത് മജ്ലിസ് ഞങ്ങൾ ഇംപ്രൂവ്മെന്റ് ആക്കണം, ഉഷാറാക്കണം. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സാന്നിധ്യം ഞങ്ങളെ റായത്തിൽ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ റായത്തിൽ ഉണ്ടാവും. ആ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആയിട്ടിക്കട് ഞങ്ങളെ റായ പരിശുദ്ധമായ ഒരു റായായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തനാക്കി. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തിങ്കൾ ഒരു മജ്ലിസ് മാത്രമാക്കിയെങ്കിൽ മെയ്യാവാ ഇല്ല, ഒരിക്കലും മെയ്യാവാ. എല്ലാ നാളും ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലണം. കൊരിയല്ല, എത്ര ചെന്നെങ്കിലും മെയ്യാവാത്ത ജാസ്തിയാവാത്ത ഒന്നാണ് സ്വലാത്ത് ചൊല്ലുന്നത്. തിണ്ടെങ്കിൽ ജാസ്തി തിന്നുണ്ടെങ്കിൽ അത് ജാസ്തിയായി പോകും. കണക്കെടുക്കാണ് ജാസ്തി തിന്നുണ്ടെങ്കിൽ ജാസ്തിയായി പോകും. പലക്ക പറഞ്ഞ് ജാസ്തി പലക്ക അറിഞ്ഞുണ്ടെങ്കിൽ അത് ഓവറായിട്ട് പോകും. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് എത്ര ചെന്നെങ്കിലും മെയ്യാവാത്ത, എത്ര സ്വലാത്ത് ചെന്നെങ്കിലും അതിന് പൂതി തീരാത്ത, അതിന് ആഗ്രഹം തീരാത്ത ഒന്നായിട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത്. ഇന്റെ വെള്ളിയാഴ്ച ജുമാ വെള്ളിയാഴ്ചയുള്ള സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകമായി അതിന് പ്രതിഫലം കൊടുത്ത ഒന്നായിട്ടിക്കിട് വെള്ളിയാഴ്ച 2 നടക്കുന്ന സ്വലാത്ത്. വെള്ളിയാഴ്ച ജാവും വെള്ളിയാഴ്ച പോലും തിങ്കളാഴ്ച പോലും നടക്കുന്ന സ്വലാത്തുക്ക് വലിയ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. എന്ത് കാരണം? ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങളെ അമലെല്ലാം ഡയറക്റ്റ് ആയിട്ട് എത്തുപാടി കൊടുക്കുന്ന നാളായിട്ടിക്കിട് തിങ്കളാശയും ബാലാശയും. അതുപോലെ വെള്ളിയാഴ്ച ചില സ്വലാത്തുക്ക് വലിയ ബഹുമതിയുണ്ട്. ഞങ്ങ ജുമാ നിസ്കാരം ഇന്ത്യ എല്ലാവരും അർജന്റ് നാളായിട്ട് ഫാസ്റ്റ് ഫുഡ് പോലെ എല്ലാം ഫാസ്റ്റ്, ഇബാദത്തുകളും ഫാസ്റ്റ്. അങ്ങനെ ഫാസ്റ്റ് ഫുഡായിട്ട് എല്ലാം എന്തായി പോയിട്ട് സ്പീഡായിട്ട് നാളെ ഇബാദത്തെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുണ്ട്. ജുമാ നിസ്കാരം സലാം വീട്ടിട്ട് ഞങ്ങൾ 30 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ല, ആയത്തുൽ കുർസി ഞങ്ങൾ ഓതുക,
33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലുക, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലുക. ഈ ദിക്റുകളിൽ വലിയ ബഹുമാനമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ആരെങ്കിലും ഫർള് നിസ്കാരത്തിൽ പിന്നെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാഹ്, അതുപോലെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊത്തുപെട്ട ഇങ്ങനെ ചെന്നോണ്ടായെങ്കിൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക. എത്രത്തോളം കടലിലെ തിരമാലകൾ, കടലിലെ തിരകൾ, കണക്കില്ലാത്ത തിരകളുണ്ടല്ലോ, ആ തിരകളെക്കാളും ജാസ്തി ദോഷമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കുക. എല്ലാ നാളും ചെയ്യനായ ഒന്നായിട്ട് ദിക്ർ 5 വഖ്ത് നിസ്കാരത്തിലും നിറവേറ്റിടുന്ന ഒരു കാര്യമായിട്ട് ദിക്ർ ചൊല്ലുന്നത്. അതുപോലെ ബല്യാസറിന്റെ സ്പെഷ്യൽ ദുആ ചൊല്ലുന്നത് പിന്നെയും ഒരു 2 ദുആ ഉണ്ട്. അത് ചില ആൾമാർക്ക് ಗೊತ್ತಿಲ್ಲ. ആ ചില ആൾമാർക്ക് അത് എന്ത് നടക്കുന്നുണ്ടെന്നും ಗೊತ್ತಿಲ್ಲ. കാരണം സലാം വീട്ടിട്ട് എഞ്ചു പോകേണ്ട ഒരു വിഭാഗമുണ്ട്, ഒന്നാമത്തെ ദുആ ആയിട്ട് എഞ്ചു പോകേണ്ട ഒരു വിഭാഗമുണ്ട്. ആ ദുആ ആയിട്ട് എഞ്ചു പോകേണ്ട ആൾമാർക്ക് പിന്നെ അവിടെ എന്ത് നടക്കണമെന്ന് ಗೊತ್ತಿಲ್ಲ. പക്ഷേ അത് എന്തിനു നടക്കേണ്ട ഒരു മനുഷ്യക്ക് ഗൊന്തുണ്ടായെങ്കിൽ അവനോട് എഞ്ചു പോലെ എന്തായിട്ട് ഗൊന്തുണ്ടാ. ഈ ഒന്നാമത്തെ ദുആ ആയിട്ട് അവിടെ നടക്കുന്നത് ഒരു 10 സ്വലാത്തായിട്ട്. അല്ലാഹുമ്മ സല്ലി അലൽ മുസ്തഫ സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ജല്ല. അല്ലാഹുമ്മ സല്ലി അലൽ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ജല്ല. പരിശുദ്ധമായ സ്വലാത്തുൽ മലായിക, മലക്കുകളുടെ സ്വലാത്ത് എന്ന പേരുള്ള വിശേഷമുള്ള പ്രധാനപ്പെട്ട സ്വലാത്തായിട്ട് ഒരു 10 സ്വലാത്ത്. ആ 10 സ്വലാത്ത് മലക്കുകളുടെ വലിയ ഒരു മഹത്വമുള്ള, മലക്കുകളെ വലിയൊരു തൃപ്തിയുള്ള, മലക്കുകളുടെ പൊരുത്തമുള്ള നല്ല ഒരു സ്വലാത്തായിട്ട് കിടാ 10 സ്വലാത്ത്. ആ 10 സ്വലാത്ത് ചെല്ലാണ്ട് ഒരാളും മെച്ചു പോകുതീറാ. കാരണം അത്ര വലിയ മഹത്വങ്ങള് ബല്യാസരണ്ട് ഞങ്ങളെ മഹാന്മാരായ ആളുമാർ, സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ ആ സ്വലാത്ത് ഞങ്ങൾ ചിന്തന്തിക്ക് പേനായിട്ട് ഞങ്ങളെ ദുനിയാവുടെയും ആഖിറത്തിലെയും വിജയത്തിന് പേനായിട്ടുള്ള ഒരു സ്വലാത്തായിട്ട്. ആ സ്വലാത്ത് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വിജയമില്ല, മുസ്ലിമീങ്ങൾ വലിയ ആഫത്തിലുള്ള, മുസ്ലിമീങ്ങളെ വലിയ ബുദ്ധിമുട്ടുള്ള കാരണം ആ സ്വലാത്ത് നഷ്ടപ്പെട്ട കാരണം കൊണ്ടായിട്ട്. മാത്രമല്ല ആ 10 സ്വലാത്ത് ചെന്നിട്ട് പ്രധാനമായും അല്ലാഹുവിന്റെ നിങ്ങൾ ദുആരക്കിട. അൽ അമാൻ അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. ഈ പ്രാർത്ഥന വലിയ ഒരു മഹത്വമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഇണ്ട്. മറ്റുള്ള ആളുമാർ, മുസ്ലിം അല്ലാത്ത ആളുമാർ ഞങ്ങളെ ഉപദ്രാക്കുകയും ഞങ്ങളെ മേലെ കരിനിയമങ്ങൾ കൊണ്ടുവരുകയും പോലോത്ത ഭേദഗതികൾ കൊണ്ടുവരുകയുള്ള ഒരു കാരണം ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിട്ട്. അൽ അമാൻ അൽ അമാൻ. അല്ലാഹുവേ രക്ഷ വേണോ, രക്ഷ വേണോ, ജന്റുപട ചെന്നിട്ട് എന്തിൽ നിന്ന് രക്ഷ വേണം? മിൻ സവാലിൽ ഈമാൻ. ഈമാൻ ഊരിപ്പോണ്ടതിന് തൊട്ട്, ഈമാൻ നീങ്ങിപ്പോണ്ടതിന് തൊട്ട് രക്ഷ വേണോ, രക്ഷ വേണോ അല്ലാഹ്. മിൻ സവാലിൽ ഈമാൻ. ഈമാൻ നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നമുക്ക് രക്ഷ വേണോ? ഈമാൻ രക്ഷപ്പെടുകയുള്ള വലിയൊരു കാവലായിട്ട് ഈ 10 സ്വലാത്ത് ചെന്നിട്ടുള്ള ആ ദുആ ചൊല്ലത് അത് വലിയൊരു കാവലായിട്ട്, വലിയൊരു പ്രൊട്ടക്ഷൻ ആയിട്ട്. മിൻ സവാലിൽ ഈമാൻ. ഈമാൻ ഊരിപ്പോണ്ടതിനെ തൊട്ട് പഠിച്ചവനെ രക്ഷ വേണോ, രക്ഷ വേണോ? മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ. ശൈത്താനിന്റെ ശർറിൽ നിന്ന് എന്തെങ്കിലും ഒരു ആരാധന ചെയ്യുമ്പോ, ഒരു ഇബാദത്ത് എടുക്കുമ്പോ, ഖുർആൻ പാരായണ ഓതുമ്പോ ഞങ്ങൾക്ക് ഉപദ്രാക്കുന്ന ഒരാളുണ്ട്. അതാണ് ഇബ്ലീസ്, ശൈത്താൻ ചെല്ലത്. ആ ശൈത്താന്റെ ശർറിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾക്ക് രക്ഷ വേണോ, ഞങ്ങൾക്ക് രക്ഷ വേണോ?
കേക്കു നിങ്ങൾ ഉള്ളാറാ ബല്യാസരന്റെ കേക്കിടോ ആ ദുആയിട്ടിക്കിട് മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ മൂന്നാമതായി നിങ്ങൾ കേക്കിടോ ഒരു ദുആയിട്ടിക്കിട് വമിൻ ദുൽമിസ് സുൽത്താൻ അക്രമിയായ രാജാക്കന്മാർ അക്രമിയായ ഭരണാധികാരിയുടെ ദുൽമിൽ നിന്ന് അക്രമിയായ ഭരണാധികാരിയുടെ അക്രമത്തിൽ നിന്ന് അല്ലാഹ് നമുക്ക് രക്ഷ വേണോ ഞങ്ങൾക്ക് രക്ഷ വേണോ ലോക മുസ്ലിമീങ്ങൾ ഇണ്ട് ദ്വാര നോട്ടായെങ്കിൽ ഇണ്ട് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഗതികേട് പറല്ലെന്ത് ഞങ്ങൾ എല്ലാ സമയത്തിലും ഒരു വിന്യാസ പോലും ഈ ദ്വാരത്തിക്ക് ഞങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടായിട്ടിക്കിട് ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും പരാജയമുണ്ടാകുള്ള കാരണം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ സന്ദർഭങ്ങളെല്ലാം ഈ സമയങ്ങളെല്ലാം ഇതുപോലെയുള്ള ദുആക്ക് വേനായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം. വമിൻ ദുൽമിസ് സുൽത്താൻ ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും വേണ്ടാത്ത നിയമങ്ങൾ കൊണ്ടുവരുമ്പോ ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ആഫത്തുകൾ ഉണ്ടാകുമ്പോ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളെ പള്ളിക്കെതിരായിട്ടോ ഞങ്ങളെ മദ്രസക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു വേണ്ടാത്ത നിയമങ്ങൾ വരുമ്പോ അങ്ങനെയുള്ള ആ നിയമങ്ങൾ കൊണ്ടുവണ്ട് ഭരണാധികാരിയുടെ ശർറിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾക്ക് രക്ഷ വേണം അല്ലാഹ് ഞങ്ങൾക്ക് രക്ഷ വേണം അല്ലാഹ്. എത്ര ആളായിട്ട് ഇക്കടിയുണ്ട് പള്ളിയില് ഇവിടെ മാത്രല്ല എല്ലാ പള്ളിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടിക്കട് എത്ര ആളുമാറായിട്ട് ദുആറക്കട് അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. ഈ ദുആറക്ക് ഞങ്ങൾ സമയമില്ലാണ്ടായി പോയിട്ട് ഈ പ്രാർത്ഥന നടത്തുക ഞങ്ങൾ ടൈമില്ലാണ്ടായി പോയിട്ട് ഞങ്ങൾക്കുള്ള പരാജയം ഞങ്ങൾക്കുള്ള വിജയം കിട്ടാത്തുള്ള കാരണം ഇതായിട്ട് കിട്. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട മുസ്ലിം മുഅ്മിനീങ്ങളോട് എന്നൊക്കെ ചൊല്ലുകൊള്ള ബല്യാസനുള്ള ദുആ നിങ്ങൾ തപ്പാട്ട് തീറാ വലിയ ഇജാബത്തുള്ള വലിയ ദുആക്ക് ഉത്തരമുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് കിട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ദുആക്കെല്ലാം ഇജാബത്ത് നൽകട്ടെ. ഈ ദുആക്കാലി ഉസ്താദും വയസ്സങ്ങും മാത്രമല്ല ബാലക്കാർക്കും മക്കൾക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താനായ ഒരു ദുആയിട്ടിക്കിട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ വിളിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഓതിട്ട് അവിടെ ഒരു പ്രാർത്ഥന നടത്തിരല്ലേ. എന്തിക്ക് വേനായിട്ടുള്ള പ്രാർത്ഥന ആർക്ക് വേനായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലുക നിങ്ങൾക്ക് ടൈം കിട്ടില്ലല്ലേ. ഈ ദുആക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക നിങ്ങൾക്ക് ടൈം കിട്ടില്ലല്ലേ. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതുക നിങ്ങൾക്ക് ടൈം കിട്ടില്ലല്ലേ. ആർക്ക് വേനായിട്ട് നിന്റെ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു മനുഷ്യ രൂപത്തിലാക്കിയ നിങ്ങളെ മാതാപിതാക്കളുണ്ട്, നിങ്ങളെ ഉമ്മ അബ്ബുണ്ട്, മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന നിങ്ങളെ അഞ്ചിമാറുള്ളാറ്, ഞങ്ങളെ കാക്കമാമിമാറുള്ളാറ്, ഞങ്ങളെ ഇളങ്ങമൂത്തങ്ങമാറുള്ളാറ്. അങ്ങക്ക് വേനായിട്ടുള്ള ഒരു കൂട്ടമായ ഒരു ദുആയിട്ടിക്കിട് ഒരു ഫാത്തിഹ ഓതിട്ടുള്ള ദുആ ഒരു ഇഖ്ലാസ് ഓതിട്ടുള്ള ഒരു ദുആ. ആ ദുആക്ക് ഞങ്ങൾ ഭാഗവഹിക്കണോ, ആ ദുആക്ക് ഞങ്ങൾ ആമീൻ ചൊല്ലണോ. എന്നെങ്കിലേ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ എല്ലാവരും മരിക്കൊണ്ടു ചെല്ലത് ഉറപ്പല്ലേ. ആ മരിച്ചു കിടന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേനായിട്ട് ഇതുപോലെ ഫാത്തിഹ ഓതിട്ട് ദുആറക്കുള്ള ഒരു സമൂഹം ഞാൻ മറിച്ചാൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവണം. ഞാൻ എഞ്ചും പോയോണ്ടെങ്കിൽ നന്റെ മക്ക ദ്വാരക്കു നിൽക്കുക ആലോചനയാക്കുറോ. ഞാനിപ്പോ ഈ ദ്വാരത്തേക്ക് കൂടാണ്ട് എഞ്ചും പോയോണ്ടെങ്കിൽ ഞാൻ മറിച്ചോണ്ടെങ്കിൽ നന്റെ മക്ക ദ്വാരക്കു വേനായിട്ട് കൂടുക. ഒരിക്കലും അങ്ങ് കൂടലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയോണ്ടെങ്കിൽ ഞങ്ങളെ മക്കം അത് ഉപയോഗപ്പെടുത്തുവാർ. മരിച്ചു വേനായിട്ടുള്ളൊരു ദുആ. ഒരാള് ഖബറാളികൾക്ക് മക്ബറയിൽ പോയിട്ട് ഒരാൾ ദുആ അറിഞ്ഞിട്ട്
അയാൾ കുടുംബക്കാരുടെ ഖബർ, ആ ഖബർ സിയാറത്ത് ചെയ്തിട്ട് ഫാത്തിഹ ഓതിട്ട് ഇഖ്ലാസ് ഓതിട്ട് മുഅവ്വിദത്തൈനി ഓതിട്ട് ദുആർന്നിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ടാവുമ്പോ കിനാവിൽ ആ ഉമ്മ ആ മരണപ്പെട്ടു പോയ ആ ഖബറാളിച്ചുണ്ട്, ഓ മനുഷ്യ അൻതും തഅമലൂന വലാ തഅലമൂൻ നഹനു നഅലമു വലാ അഅമലു വലാ നഅമലു. നിങ്ങൾ ഇപ്പോൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ നിസ്കരിച്ചോണ്ടുള്ളാർ, നിങ്ങൾ ഇപ്പൊ ഖുർആൻ ഓതിയോണ്ടുള്ളാർ, നിങ്ങൾ യാസീൻ ഓതിയോണ്ടുള്ളാർ, നിങ്ങൾ സ്വലാത്ത് ചെന്നോണ്ടുള്ളാർ, നിങ്ങൾ ദിക്ർ ചെന്നോണ്ടുള്ളാർ. പക്ഷേ ಅದರ മഹത്വം നിങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ, ಅದರ ഫായിദ നിങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ, ಅದರ മഹത്വം നിങ്ങൾ അറിയാണ്ട് ആയി പോയാർ. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ആക്കുകയെല്ലാം വലിയ ഒരു സമയം സന്ദർഭം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ಅದರ മഹത്വം എന്തേ, അത് ഓതിയുണ്ടെങ്കിൽ എന്തുണ്ട്, അത് ചെയ്തുണ്ടായെങ്കിൽ എന്തുണ്ട്, ചിലൊരു മഹത്വം നിങ്ങൾ ಗೊತ್ತಿല്ലാണ്ടായി പോയിട്ട്. പക്ഷേ വനഹനു നഅലമു വലാ നഅമൽ, ഞങ്ങൾക്ക് ಅದರ മഹത്വെല്ലാം ഇപ്പം ಗೊತ್ತುണ്ട്, ഞങ്ങൾക്ക് ഈ അമൽ ചെയ്യുക സാധ്യമില്ല. ഞങ്ങൾ ഇപ്പൊ ഖബറിൽ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലുക ഔടാ, ഞങ്ങൾക്ക് ഇപ്പൊ ഖബറിൽ വെച്ചിട്ട് ഖുർആൻ ഓതുക ഔടാ, ഞങ്ങൾ ഇപ്പൊ ഖബറിൽ വെച്ചിട്ട് നിസ്കരിക്കുക ഔടാ, ഒരു കാര്യക്രമവും ഞങ്ങൾ ചെയ്യുക ആവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുക ആവില്ല. പക്ഷേ അത് പ്രവർത്തിച്ചാലുള്ള ഫലം എന്താണ് ചൊല്ലത് ഞങ്ങൾ ഇപ്പൊ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നന്റെ ഏടുകളിൽ, നന്റെ സുഹഫിൽ, നക്ക് തന്റെ കിതാബിൽ ഒരു 2 റക്അത്ത് ഫായിദ, ഒരു യാസീൻ ഓതിയ കൂലി, ഒരു ഫാത്തിഹ ഓതിയ കൂലി നന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായെങ്കിൽ ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ വസ്തുക്കളെക്കാളും നക്കത് ഖൈറായിട്ട് കിടുമോനെ, നക്കത് ഖൈറായിട്ട് കിടുമോനെ. ആ ഉമ്മ മോനോട്ട് ചെന്നുണ്ടായെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളെ പള്ളിയിൽ ഫാത്തിഹ ഓതിട്ട് അഥവാ യാസീൻ ഓതിട്ട് ദുആ ഇറക്കുമ്പോ ആ ദുആക്ക് ഒരു ആമീനെങ്കിലും ചൊല്ലണ്ടേ. എന്നെങ്കിലല്ലേ ഞങ്ങളെ ബാപ്പകും ഞങ്ങളെ ഉമ്മകും ഞങ്ങളെ അജ്ജക്കും കിട്ടടേ ആ പ്രതിഫലം കിട്ടണ. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം. സ്വലാത്ത് മജ്ലിസ്, സ്വലാത്ത് വാർഷികാക്കി പോരാ, സ്വലാത്ത് മജ്ലിസ് നല്ലോണം ഉപയോഗപ്പെടുത്തണം. സ്വലാത്ത് മജ്ലിസ് നടക്കടേക്ക് മുന്നോലോ ഇവിടെ നല്ലൊരു നസീഹത്ത് നടക്കട്. ചെല്ലാണ്ട് നിനക്ക് സാധ്യയില്ല, കാരണം നിനക്ക് ചെല്ലേണ്ടി വേണ്ടി നിർബന്ധമായിട്ട് നിനക്ക് ചെല്ലണോടോ. സ്വലാത്ത് മജ്ലിസ് നടക്കടേക്ക് മുന്നോലോ ഇവിടെ ഒരു നസീഹത്ത് ക്ലാസ് നടക്കട്, ഉപദേശം നടക്കട്. ആ ഉപദേശം കേൾക്കുക ആരുണ്ട് മോനെ? ആ ഉപദേശം, ആ നസീഹത്ത് കേൾക്കുക ആരുണ്ട്? ശരി, ഒരു 4 മക്ക അല്ലെങ്കിൽ ഒരു 4 വയസ്സല്ലാണ്ട് ഇത്ര വാലക്കാർ ഉൾക്കുമ്പോ ആ ഉപദേശം കേൾക്കുകയോ ആ നസീഹത്ത് കേൾക്കുകയോ നിങ്ങൾ തയ്യാറായില്ലെങ്കിലേ നിങ്ങൾ ആക്കിടതെല്ലാം നിഷ്ഫലമായി പോകും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ആക്കിട സ്വറ, നിങ്ങൾ ആക്കിട ഡ്യൂട്ടി, നിങ്ങൾ ആക്കിട പ്രവർത്തനങ്ങൾ, നിങ്ങൾ ആക്കിട അമലുകൾ, അതൊക്കെല്ലാം യഥാർത്ഥ പ്രതിഫലം കിട്ടണ, യഥാർത്ഥ കൂലി നിങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടണ. അതെല്ലാം നല്ല നിഷ്കളങ്കമായതോടുകൂടെ, നല്ല പ്രവർത്തനത്തോടുകൂടെ സ്വലാത്ത് നടക്കുമ്പോ ആ സ്വലാത്ത് മജ്ലിസിന്റെ തുടക്കത്തിൽ തന്നെ വന്നിട്ട് ആ ഉപദേശം കേട്ടിട്ട് ആ ഇൽമുടെ മജ്ലിസിൽ വെച്ചിട്ട് സ്വലാത്ത് മജ്ലിസിൽ വെച്ചിട്ട് സ്വലാത്ത് ചെന്നിട്ട് ആ മജ്ലിസ് ചെന്നാക്കി ഉണ്ടായെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തണ്ടാ. ഞങ്ങൾ ജീവിതത്തിൽ 4 കൈ കൊണ്ട് എത്ര ദോഷം ചെയ്തിടാ, കണ്ണുകൊണ്ട് എത്ര ദോഷം ചെയ്തോണ്ടുള്ള, കാതുകൊണ്ട് എത്ര ദോഷം ചെയ്തോണ്ടുള്ള. ഞങ്ങൾ മുദ്രപ്പുറത്തിലിയുമ്പോ ദോഷങ്ങളുമായിട്ട് ഞങ്ങളെ കൈ കാലുകളെല്ലാം ദോഷങ്ങളുമായി മുങ്ങിയോണ്ടുണ്ട്. അതെല്ലാം പരിഹാരമാവണമെങ്കിൽ ഇതുപോലെയുള്ള നടക്കുന്ന മജ്ലിസുകൾ, ആ മജ്ലിസിൽ വെച്ചിട്ട് നല്ല നല്ല സലാത്തിന്റെ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ്, ഈ മജ്ലിസിൽ
ഇതെല്ലാം വെച്ചിട്ട് നല്ലവരായി നിങ്ങൾ ജീവിക്കണോ? അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും വയസ്സന്മാരും മക്കളും സഹോദര സഹോദരിമാരും അല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന, സ്വലാത്ത് മജ്ലിസിനെ ആദരിക്കുന്ന, സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മജ്ലിസിന് വേണ്ടി സഹായിച്ച് സഹകരിച്ച അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓടി നടന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറകത്തും റാഹത്തും ഐശ്വര്യം ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റഹ്മാനേ. മാത്രം ദുആ ചെയ്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന പരിശുദ്ധമായ തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടന കർമ്മം ചെയ്ത് നാം നിപ്പാട്ടിയിട്ടുള്ള മഹാനായ മസൂദ് തങ്ങള് തങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് നേതൃത്വവും അതുപോലെ നല്ല ഉപദേശവും സാരവത്തായ ഉപദേശവും നൽകുകൊണ്ട്, പിന്നെ സുഫിയാൻ സഖാഫി ബറകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മജ്ലിസ്, ഈ മജ്ലിസിൽ നല്ല വിശാലമാക്കിയിട്ട് ഫുള്ളാക്കി തരണോ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലെല്ലാം കരുതിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് പുറത്തങ്ങളെ പുത്രൻ മസൂദ് ഉസ്താദ് അവർകൾ ഉണ്ട്. അയാളുടെ ദുആക്ക് പിന്നെ ജാബത്തുള്ള ഒരു സമയം കൂടി ആയിട്ടിക്കട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതൃത്വം നൽകും, സ്വലാത്ത് മജ്ലിസ് നേതൃത്വം നൽകും, നല്ല ഉപദേശം നൽകും, അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.